ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവന്തിക ആലോചിച്ച് ചെയ്താൽ മതി. അമ്മാവന്റെ പേരിലേക്ക് കുറച്ച് സ്വത്തുക്കൾ എഴുതി വെക്കുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇനി എല്ലാരും ചേർന്നൊരു ഗ്രൂപ്പ് ഫോട്ടോ, 2 കുടുംബക്കാരും കൂടിയുള്ള ഒരു ഫോട്ടോ നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ. ഗ്രൂപ്പ് ഫോട്ടോ നമുക്ക് അമ്പലത്തിൽ വെച്ചെടുക്കാം. ഇപ്പൊ നമുക്കൊരു സെൽഫി ആയാലോ? ഓ ആയിക്കോട്ടെ. റെഡി? മോളെ, അച്ഛന്റെ കാതൊട്ട് അനുഗ്രഹം വാങ്ങ. ഈ ചടങ്ങുകളുടെ ഒന്നും ആവശ്യമില്ല. അവിടെ പോയൊരു മാല ഇടുന്നതിന് ഇത്രയും ഒരുങ്ങേണ്ട കാര്യം പോലും ഇല്ലായിരുന്നു. അങ്ങനെയല്ല അച്ഛാ, ഇവനവന്റെ ഭാര്യയെ വീണ്ടും കല്യാണം കഴിക്കല്ലേ? ഇനിയൊരു ചാൻസ് ഇല്ലല്ലോ. അപ്പൊ ഒരുങ്ങിക്കോട്ടെ. രണ്ടാമതൊരു ജീവിതം തുടങ്ങുന്നു കരുതിയാ മതി. ആ, ഇതെല്ലാം ദൈവത്തിന്റെ നിയോഗ. നീ എന്താടാ ഒന്നും പറയാത്തത്? എന്ത് പറയാനാ അച്ഛാ, കള്ളൻ കല്യാണച്ചക്കന്റെ വേഷമിട്ട് നിൽക്കുന്നുണ്ടില്ലേ? കല്യാണ പെണ്ണും കലക്കി. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ? മോളെ, അനുഗ്രഹം വാങ്ങ. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാം. എടി, ഫോൺ നോക്കിക്കൊണ്ടിരിക്കാതെ അങ്ങോട്ട് ഇറങ്ങ. സമയായി, എല്ലാരും ഇറങ്ങാം. അവന്തിക എന്തു പറയുന്നു? ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? ഞാൻ അതിനെ കുറിച്ചൊന്നും ഇപ്പൊ ആലോചിച്ചിട്ടില്ല. ആലോചിക്കണം. ആ നരസിംഹം വക്കീല് കേസ് ഏറ്റെടുത്ത സ്ഥിതിക്ക് കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ ചിലപ്പോൾ കയ്യിൽ നിന്നില്ലാന്ന് വരും. ഇപ്പോൾ നമ്മൾ സ്വന്തമാക്കിയതെല്ലാം ചിലപ്പോൾ തിരിച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനെ വന്നാൽ നഷ്ടം നിനക്ക് മാത്രമായിരിക്കും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് അമ്മാവൻ പറയുന്നത്? എന്റെ അഭിപ്രായത്തിലെ സ്വത്തുക്കൾ കുറച്ച് മറ്റാരുടെയെങ്കിലും പേരിൽ എഴുതി വെക്കുന്നതാണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ അത് എന്റെ പേരിൽ എഴുതി വെക്കുന്നതല്ലേ നല്ലത്? അല്ല, നീ എപ്പോ ചോദിച്ചാലും ഞാനതങ്ങ് തിരിച്ചെഴുതി തന്നേക്കാം. പക്ഷേ ഇപ്പോൾ സുരക്ഷിതത്വം ഇതാണ്. ആ വില്ലേജ് ഓഫീസറും സബ് രജിസ്ട്രാറും ആകെ ഭയന്നിരിക്കുക. അവരെ നമുക്ക് അധികം വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ സാറ് പറയുന്നത് അമ്മാവന്റെ പേരിൽ സ്വത്തുക്കൾ എഴുതി വെക്കാന്നാണല്ലേ? തൽക്കാലം അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല.
എന്റെ പേരിലിരിക്കുന്നതും നിന്റെ പേരിലിരിക്കുന്നതും എല്ലാം ഒരുപോലെയല്ലേ? ആലോചിക്കാം. അല്ല, നമുക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരാളുടെ പേരിൽ എഴുതി വെക്കുന്നതാണോ നല്ലത്? അവന്തിക, ആലോചിച്ച് ചെയ്താൽ മതി. അമ്മാവന്റെ പേരിലേക്ക് കുറച്ച് സ്വത്തുക്കൾ എഴുതി വെക്കുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ തൽക്കാലം ഞാൻ അങ്ങനൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതൊരു നേർക്കുനേർ യുദ്ധമാണ്. ഞാനും നെല്ലിശ്ശേരിയിലെ സേതുമാധവനും മക്കളും തമ്മിൽ. ഇതുവരെയുള്ള കണക്കുകൾ കൂട്ടിക്കിഴിച്ചു നോക്കുമ്പോ ജയിച്ചത് ഞാനാ. വക്കീലിനെ ഉപയോഗിച്ച് തിരിച്ചു പിടിക്കാനായിട്ട് അവർക്ക് കഴിയുമെങ്കിൽ അവരത് തിരിച്ചു പിടിക്കട്ടെ. ഇതൊരു നടക്കി പോകുന്ന ലക്ഷണമില്ല. എന്റെ തനി നിറം അവളെ കാണിച്ചേ പറ്റൂ. പോറ്റി സാറേ, ഇതാണ് എന്റെ തീരുമാനം. അതൊക്കെ അവന്തികയുടെ ഇഷ്ടം. ഞാനൊരു അഭിപ്രായം പറഞ്ഞു എന്നേയുള്ളൂ. അപ്പൊ ശരി, നമുക്ക് അങ്ങനെ തീരുമാനിക്കാം. ആ, എന്നാ പിന്നെ ഞാൻ ഇറങ്ങുക. എല്ലാം പറഞ്ഞതുപോലെ. ആ. കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിയല്ലോ. മുല്ലപ്പൂ കുറച്ചുകൂടി ആവായിരുന്നു അല്ലേ? രണ്ടാം കെട്ടല്ലേ, ഇതൊക്കെ തന്നെ ധാരാളം. അതെ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്കൊന്നുകൂടി കെട്ടിയാ കൊള്ളാന്നുണ്ടേ. പക്ഷേ വരനായിട്ടെ നിന്റെ ഏട്ടൻ വേണ്ട. അയ്യോ, 2 തവണ തന്നെ ഒരാളെ കെട്ടുന്നതില് ഒരു സുഖവും ഇല്ല. ആ അങ്ങ് ചെല്ലട്ടെ, ഞാൻ അനൂപേട്ടനോട് പറയാം. അയ്യോ, എന്നെ ചതിക്കല്ലേ.